നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും എലോവേര ജെൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്കും, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എലോവേര ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉള്ള ആളുകളും ഉണ്ടാവും. നല്ല DIY അലോവേര യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ അടിയിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കമന്റ് ആണിത്. എലോവേര എനിക്ക് അലർജിയാണ് ചേച്ചി, എലോവേര യൂസ് ചെയ്യാൻ പറ്റില്ല, ഫേസ് ഫുള്ള് ഡാർക്ക് ആയ പോലെ തോന്നും അലോവേര യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പൊ സത്യത്തിൽ നിങ്ങൾ അലോവേര ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷന്റെ ഇടയിലായിരിക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ആണല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് അലോവേര സ്യൂട്ട് ആവാത്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങളെ മനസ്സിലുണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ചോദ്യം നിങ്ങളെ മനസ്സിൽ വരാം. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അലോവേര ഇങ്ങനൊരു പ്രശ്നമായി മാറുന്നത്, ഇങ്ങനെ ആവാതിരിക്കാൻ ഏത് രീതിയിലാണ് നിങ്ങൾ അലോവേര യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുട്ടി ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും, ഹെൽപ്ഫുൾ ആവും എന്നുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നേക്കാളും മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനലൊന്ന് കയറി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജസ് അയക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് എലോവേര ഉപയോഗിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മളെ സ്കിന്ന് ലൈറ്റൺ ആവോ അല്ലെങ്കിൽ വൈറ്റൺ ആവോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എലോവേര യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളെ സ്കിൻ കളർ ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അലോവേര സഹായിക്കുന്നുണ്ട്. അലോവേരയിലുള്ള ചില കെമിക്കൽസ്, അതായത് എലോസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കെമിക്കൽസ് നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള എക്സിസ്റ്റിംഗ് മെലാനിൻ, നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഉള്ള മെലാനിൻ അത് നശിപ്പിച്ച് കളയുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക്നെസ് കുറയുകയാണ് സംഭവിക്കുന്നത്. അലോവേരയിലുള്ള ഈ കെമിക്കൽസിന് നമ്മുടെ സ്കിന്നിലുള്ള ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെലാനിൻ നശിപ്പിച്ച് കളയാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ മെലാനിൻ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെലാനിൻ നശിപ്പിച്ച് കളയാൻ മാത്രമല്ല, ഇനി മുന്നോട്ടേക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും കൂടെ ഈ രീതിയിലുള്ള കെമിക്കൽസിന്, അലോവേരയിലുള്ള കെമിക്കൽസിന് സാധിക്കും എന്നുള്ളതാണ് അലോവേര തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് ലൈറ്റൻ ആവും അല്ലെങ്കിൽ വൈറ്റൻ ആവും എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് അലോവേരന്റെ റെഗുലർ യൂസ് കൊണ്ട് നിങ്ങളുടെ സ്കിൻ ലൈറ്റൻ ആവും അല്ലെങ്കിൽ വൈറ്റൻ ആവും എന്ന് പറയുന്നത്. അലോവേര ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തായാലും സ്കിന്നിന് ഫലം ഉണ്ടാവും എന്ന് നമ്മൾ കണ്ട്. ഇനി സ്കിന്നിന് അലർജി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്കിന്ന് ഡാർക്ക് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടിയുള്ളത് നമുക്ക് നോക്കാം. അലോവേര ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിലുള്ള അലർജി അല്ലെങ്കിൽ റിയാക്ഷൻ, ഡാർക്ക്നെസ് ഒക്കെ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങൾ അലോവേര ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിൽ അല്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അപ്പം കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന അലോവേര ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അലോവേര ഭയങ്കര നാച്ചുറൽ ആണ്, അപ്പൊ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക്. അലോവേരയിൽ ഞാൻ പറഞ്ഞ കെമിക്കൽസ്, നല്ല കെമിക്കൽസ് ഉള്ളതുപോലെ തന്നെ അലോവേരയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്ന് വളരെയധികം ഡാമേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ട്. അലോവേര കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് മുറിച്ച് ഉപയോഗിക്കുന്ന അലോവേര കട്ട് ചെയ്തതിനു ശേഷം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി മിക്സിയിൽ അടിക്കുക അല്ലെങ്കിൽ അതിന്റെ പൾപ്പ് റിമൂവ് ചെയ്ത് ഉപയോഗിക്കുക ചെയ്യരുത്. അലോവേര കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു രീതിയിൽ, ഞാൻ ഇവിടെ ക്ലിപ്പ് കൊടുക്കാം, ഈ ഒരു രീതിയിൽ നമ്മൾ കുത്തനെ ഒരു 10 മിനിറ്റ് സമയമെങ്കിലും വെക്കണം. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഒരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവക രൂപത്തിലുള്ള സംഭവം അലോവേരന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒലിച്ചു വരുന്നത്. ഇത് നമ്മളെ സ്കിന്നിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മുതൽ വളരെ മോശമായ രീതിയിൽ വരെയുള്ള റിയാക്ഷൻസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കുത്തനെ വെക്കുന്ന ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മേലെ കുത്തനെ വെക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് വിടുക. മിനിമം 10 മിനിറ്റ് ആണ്, നിങ്ങൾക്ക് കുറച്ചധികം സമയം വേണമെങ്കിലും വിടാട്ടോ, ഈ ദോഷമൊന്നുമില്ല. ഇട്ട് കഴിയുമ്പോൾ അതൊരു കറയാണ്. നമ്മൾ നിലത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ആ നിലത്ത് വിട്ടിട്ടുള്ള പോർഷൻ കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേപ്പറിന്റെ മേലെ തന്നെ വെക്കാൻ വേണ്ടി പറയുന്നത്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ആ ദ്രാവകം ഊർന്നു വന്നിട്ടുള്ള ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഭാഗം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഈ എഡ്ജസ് കട്ട് ചെയ്യുന്നതിന് മുമ്പേ അലോവേര നന്നായിട്ട് ഒരു തവണയും കൂടി കഴുകാം. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ കഴുകിയിട്ട് ഇങ്ങനെ വെക്കാം. അത് കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ദ്രാവകം ഊർന്നു പോയതിനു ശേഷം രണ്ടാമതും നിങ്ങൾ അലോവേര മസ്റ്റായിട്ടും കഴുകണം. കാരണം ഈ ഒരു ദ്രാവകം അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ ഇതിന്റെ ആ ഒരു പൾപ്പ് എടുക്കുമ്പം അതിലേക്ക് ഈ ഒരു ദ്രാവകത്തിന് അംശം വരരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡിലുള്ളതും
ഈ ഒരു മുള്ളു പോലെയുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ. ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മേലത്തെ ഭാഗം റിമൂവ് ചെയ്യാം. ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പൾപ്പ് എടുത്ത് കളയാവുന്നതാണ്. പൾപ്പിന്റെ ഉള്ളിലും ഇതിന്റെ മേലത്തെ സ്കിന്നിന്റെ ഭാഗങ്ങളൊന്നും വീണിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. കാരണം ഈ ഒരു സ്കിന്നിന്റെ പോർഷൻ ഇല്ലേ, അതും കുറച്ചൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു സ്കിന്നിനോടൊപ്പം തന്നെ ഗ്രൈൻഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഹെയർ പാക്കിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഈ ഹെയറിന്റെ ഈ ഒരു ലൈനിലൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ അംശവും നമ്മളുടെ ഈ ഒരു പൾപ്പിനകത്തേക്ക് വീണിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്താം. ശേഷം നിങ്ങൾക്ക് അങ്ങനെ തന്നെയോ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് നല്ല രീതിയിൽ പൾപ്പാക്കിയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. സോ അലോവേര ഉപയോഗിക്കുമ്പോൾ, നാച്ചുറൽ അലോവേര ഉപയോഗിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അലോവേര വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ടിൻ. എനിക്കറിയാം ഇപ്പം നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലൊക്കെ ഒരുപാട് അലോവേര അവൈലബിൾ ആണ്. അലോവേരയുടെ ജെല്ല് പല പേരിലും പല ബ്രാൻഡിന്റെ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ റെഗുലർ യൂസിന് വേണ്ടിയിട്ട് വാങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുള്ള അടിസ്ഥാനത്തിൽ വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ വളരെ കുറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാൻഡം ബ്രാൻഡിൻ്റെയോ വാങ്ങാണ്ടിരിക്കുക. 99.9% അലോവേര ജെല്ല് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള അലോവേര തന്നെ ജെൽ തന്നെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. കൂടാതെ കളറും സ്മെല്ലും ഇല്ലാത്ത അലോവേര ഉപയോഗിക്കുക. എപ്പോഴും നമ്മളൊരു കോൺസെപ്റ്റ് ആണ്, പച്ച കളർ ഉണ്ടെങ്കിൽ അതിന് വാങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അലോവേരയ്ക്ക് പച്ച കളർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ബോട്ടിലുള്ള പച്ച കളർ തേടി നമ്മൾ പോകുന്നത്? അപ്പോൾ അലോവേര എപ്പോഴും ക്ലിയർ ആണ്. അലോവേര ജെല്ലിന് ഒരു കളറും ഇല്ല. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് തന്നെ വാങ്ങാം. ഒരു രീതിയിലുള്ള മണവും ഉള്ളത് വാങ്ങാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടും എനിക്ക് പേഴ്സണലി നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് അലോവേര ജെല്ലിൻ്റെ ബ്രാൻഡിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അനുസരിച്ചിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോവേര നാച്ചുറൽ ആയിട്ടുള്ളതും പാക്കറ്റിലായിട്ട്, അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര വാങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം അലോവേര ജെൽ യൂസ് ചെയ്യാം. കൂടുതലായിട്ട് ഈ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഒരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.